ക്യൂബയെ വലിയ അസഹിഷ്ണുതയോടെയാണ് അമേരിക്ക കാണുന്നത്. അപ്പോൾ സോഷ്യലിസ്റ്റ് വ്യവസ്ഥ എവിടെയൊക്കെ ഉണ്ടോ അത് തകർക്കൽ ലോക മുതലാളിത്തത്തിൻ്റെ ആവശ്യമായിട്ടാണ് കാണുന്നത്. മുതലാളിത്തത്തിന് സോഷ്യലിസ്റ്റ് വ്യവസ്ഥയെ ഒരു രീതിയിലും പൊരുത്തപ്പെട്ട് കാണാൻ പറ്റുന്നില്ല, അതുമായി പൊരുത്തപ്പെടാനേ പറ്റുന്നില്ല. അതിനെ തകർക്കണമെന്ന വാശിയിലാണ്. അതിനുള്ള ഇടപെടൽ നേരത്തെ നടത്തി, ഇപ്പോഴും തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ സോഷ്യലിസ്റ്റ് വ്യവസ്ഥയല്ല റഷ്യയിൽ, പക്ഷേ പൂർണ്ണമായി അമേരിക്കക്ക് കീഴ്പ്പെട്ടല്ല അവർ നിൽക്കുന്നത്. അപ്പോൾ അതുപോലുള്ള റഷ്യ ഒരു വലിയ രാജ്യമാണല്ലോ, അത്തരം രാജ്യങ്ങളെയും തകർക്കാനുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധം, അതും റഷ്യയെ വളഞ്ഞു പിടിക്കാനുള്ള അമേരിക്കൻ സമീപനത്തിൻ്റെ ഭാഗമാണ് എന്നത് കാണേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ പരിശോധിച്ചാൽ ലോകത്തിൻ്റെ സമാധാനത്തിന് ഭീഷണിയായി നിൽക്കുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വമാണ്. നാം കാണേണ്ടത് ലോകത്താകെയുള്ള സൈനിക ചെലവ്, ആ സൈനിക ചെലവിൻ്റെ 40% അമേരിക്കയുടേതാണ്. യുദ്ധഭീഷണി സൃഷ്ടിച്ച അതിൻ്റെ ഭാഗമായി ആയുധങ്ങൾ ചെലവഴിക്കുക എന്നത് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നയസമീപനമാണ്. ഇത്തരത്തിലെ മുതലാളിത്തം പൊതുവെ ലോകരംഗത്ത് നിലപാടുകൾ സ്വീകരിച്ചു പോവുകയാണ്. ഇത് പലവിധ പ്രതിരോധങ്ങൾക്കിടയാക്കുന്നുണ്ട്. പല രൂപത്തിലുള്ള പ്രതിരോധങ്ങൾ ലോകരംഗത്ത് ഇതിനെതിരെ ഉയർന്നു വരുന്നുണ്ട് എന്ന് നാം കാണണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് റഷ്യയും ചൈനയും തമ്മിലുള്ള ബന്ധം. ഇപ്പോ റഷ്യയുടെ കയറ്റുമതിയിൽ 1/3 ചൈനയുമായാണ്. ഇപ്പോൾ റഷ്യയാണ് ചൈനയ്ക്ക് ഏറ്റവും കൂടുതൽ എണ്ണ വിൽക്കുന്നത്. ഇതൊരു ഈ സാഹചര്യത്തിൽ ഉയർന്നു വന്ന പ്രത്യേക യോജിപ്പാണ്. അതേപോലെ തന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, ആ രാജ്യങ്ങളിൽ ഇടതുപക്ഷ സർക്കാരുകൾ വളർന്നു വരുന്നുണ്ട്. സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളുടെ വളർച്ചയും ജനാധിപത്യ രാഷ്ട്രങ്ങളുടെ സാമ്രാജ്യത്വ വിരുദ്ധ സ്വഭാവം ഉറപ്പിച്ചു നിർത്തൽ, ഇതൊക്കെ ഏറ്റവും പ്രധാനമാണ് എന്നതാണ് നാം കാണേണ്ടത്.